എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 22 ബുധനാഴ്ചയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, ഇന്ന് അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട്, മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട്. അവരെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസ അവർക്ക് വേണ്ടി സമർപ്പിക്കണത്. കർത്താവ്, ഇപ്പോഴും അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് നമിച്ച് നിൽക്കുന്ന മക്കള്, കൈകൾ കുപ്പി നിൽക്കുന്ന മക്കള്, അങ്ങയുടെ തിരുസ അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയിടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ. കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവസിക്കട്ടെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിയത്തില്ല. അവാച്യമായ നെടുവിൽപ്പന ആത്മാവ് തന്നെ മാധ്യസ്ഥം വഹിക്കുമെന്ന് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ കേൾപ്പില്ലാത്ത, കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകി അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന ഈശോയെ കർത്താവ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസന അയച്ചു തരികയും ചെയ്യുന്നു. അത്ഭുത കർത്താവെ, അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഏകാകികളായി, ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കർത്താവെ, പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെന്റിലേറ്ററിലുള്ള രോഗികളെപ്പോലെ ആകുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർ പുറത്താണ് ജീവിക്കുന്നത്, വീട്ടിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ
മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെ പോലെ ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഈ കറുത്ത കാലത്ത് കർത്താവേ, കെട്ട കാലത്ത് കർത്താവേ, അങ്ങ് അവിടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ കർത്താവ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴീശോയും ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരും പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ തിരുസേനി സമർപ്പിക്കുന്ന കർത്താവെ, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കുരിശിൻ്റെ ശക്തി ഉത്ഥിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിക്കുന്ന അടയാളമായ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിനുമായി നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ കൊടുക്ക വാങ്ങുന്ന വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏത് വാഹനത്തിൽ കയറുന്നു, ഏത് വാഹനം ഉപയോഗിക്കുന്നുവോ ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരട്ടെ. തിരിച്ച് ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും കർത്താവ് നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ കർത്താവ് കണ്ണിന് കരുപ്പുള്ളവർ കാണിക്കുന്നുണ്ട്, മൂക്കിന് ദശ വളർന്നവർ കാണിക്കുന്നുണ്ട്, ചെവിക്ക് കേൾവിക്കുള്ളവർ കാണിക്കുന്നു, തൊണ്ടയ്ക്ക് മുഴുവനുള്ളവരെ കാണിക്കുന്നു, ഉള്ളംകാലം വരെ ആന്തരിക രോഗങ്ങൾ അവയവങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ യേശു ക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടവരുടെ അടിപ്പെട്ട പോലെ വൈതാക്കാലം ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങിക്കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. നമ്മൾ ഇന്ന് ചിലപ്പോഴുണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ മെസ്സേജ് പറയും, ചില സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകൾ, അതിൻ്റെ കായബലം, അതിൻ്റെ കാശ് ബലം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇത് ജയിക്കുക നമ്മൾ ചെയ്യുക, നമ്മളിത് കരയേറുക, അത് അവർ നമ്മളെ നശിപ്പിച്ച് കളയുക, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതുപോലെ ഇസ്രയേൽ രാജാവിനും യൂദയ രാജാവിനും ഏദോം രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അവരുടെ കൺഫ്യൂഷൻ വെച്ചാൽ അവർ മോവാബുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. മൊവാബിയർ അറിയാവില്ല, ഫസ്റ്റ് പാർട്ടിയാണ്. ജൂഡിറ്റൊക്കെ മൊവാബുകാരത്തിയാണ്. അങ്ങനെ 1-2 ആൾക്കാർക്ക് മൊബൈൽ അടിപൊളി പാർട്ടിയുള്ളത്, ബാക്കിയെല്ലാം ലോത്തിൻ്റെ പെമ്മക്കളുടെ മക്കളാണേ. അപ്പം മനസ്സിലായി, കാര്യം മനസ്സിലായില്ലേ? അപ്പം ആ കക്ഷികളുമായിട്ട് ഒരു യുദ്ധത്തിന് പോവുകയാണ്. പക്ഷേ അവർ ഭയങ്കര സൈന്യമാണ്. ഇസ്രയേലും യൂദയായും ഏതോം കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും. അവർ 7 ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിൻ്റെ പൂഞ്ഞ പിളർന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു. തളർന്ന് വെള്ളവും പോയി, ഭക്ഷണം തീർന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കർത്താവ് അവരുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോണത്. നമ്മൾ യുദ്ധം ജയിക്കുക, ഒരു ഐഡിയയും ഇല്ല. ദേ ലോസ്റ്റ് ദെയർ മെറിറ്റ്. അതാണ് ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. എപ്പോഴും മെറിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നീ ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന, ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക, കർത്താവ് വെളിപ്പുറത്തുണ്ട്. വി ക്യാൻ റീഡ് ഇറ്റ്. 2 രാജാക്കന്മാർ 3:15, 16, 17. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഇസ്രായേൽ രാജാവും ഏദോം രാജാവും അതുപോലെ തന്നെ യൂദയ രാജാവും കൂടി പോയി മോവാനോട് യുദ്ധം ചെയ്യല്ലേ. അവൻ പോവുകയല്ലേ, പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോയില്ല. അപ്പം തോക്കൊന്ന് ഉറപ്പായി. അപ്പോൾ പറയും നമ്മൾ തോക്ക് പോയില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ആരാണ്? ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനാണ്. ആരാണ്? എലീശയാണ്. അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക്, അവൻ്റെ വചനമുണ്ടെന്ന് പറയും. അവൻ്റെ വചനമുണ്ട്. അപ്പോൾ വചനം ഉണ്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ്റെ വചനമുണ്ട്, നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന്. അങ്ങനെയാണ് ഇവരെ വിളിക്കുക. അപ്പോൾ എലീശ പറഞ്ഞു,
ഞാൻ വചനം പറയാം. അതിന് മുമ്പ് നിങ്ങൾ ഗായകനെ വിളിക്കാൻ പറയും. ഗായകൻ വന്നിട്ട് തമ്പുരും വീണയും മീട്ടി പാടാൻ പറയും. അപ്പോൾ ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻറ്റഡ് ആകും. അപ്പോൾ അനോയിൻറ്റഡ് ആയി കഴിയുമ്പോൾ ഇവൻ പറയും. എന്താ അവൻ പറയണത്? വായിച്ചേ. അവൻ പറഞ്ഞു ആര്? എലീശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകത്തില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇത് ഏറ്റവും വലിയ വാക്യം. ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ മോവാബിയുടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്, നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ് അവർ പറയണത്. പക്ഷേ എലീശ പറയണത് കർത്താവിനിത് നിസ്സാരമാണെന്ന്. ഭയങ്കരമാണേ. അപ്പം നിങ്ങൾക്കും തോന്നും, നമ്മുടെ അവസ്ഥ ഭയങ്കരമാണല്ലോ, വീടുമില്ല, സ്ഥലവുമില്ല, രോഗവും മാറണില്ല, മകളെ കെട്ടിക്കാനും പറ്റണില്ല, കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുമില്ല, ഇത് അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഈ ഭാഗം എടുത്ത് വായിക്കണം. എന്താണ്? കർത്താവിന് നിസ്സാരമാണ്. ഇപ്പം എന്താണ്? നിൻ്റെ ഈ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. കർത്താവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ എടുത്തു മാറ്റാൻ നിസ്സാരമാണ്. നീ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നീ മുന്നേറുക.